അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഒരു നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം. AMCA പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. ഏതാണ്ട് 15,000 കോടി രൂപയാണ് ഇതിനായി പ്രതീക്ഷിക്കുന്നത്. പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഈ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ വിദേശ കമ്പനികളുമായി സഹകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയിലെ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന വിദേശ കമ്പനികളെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. 2034 നിർമ്മാണം പൂർത്തിയാക്കി 2035 സേനയുടെ ഭാഗമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് AMCA. ശത്രുവിൻ്റെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനും ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയും. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഒരു രാജ്യമായി മാറും. തുർക്കി ഈയിടെ 5ാം തലമുറ യുദ്ധവിമാനം സ്വന്തമായി നിർമ്മിച്ച രാജ്യമായി മാറിയിരിക്കുകയാണ്. ഇത് അവർ പാകിസ്ഥാന് നൽകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതി വളരെ നിർണായകമാണ്.